ഹലോ, ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി 3 സബോള, 2 തക്കാളി, ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു ഫോൾഡ് വെളുത്തുള്ളി, 3 പച്ചമുളകെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, 3 പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് 3 സബോളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ശരിക്കും മൂത്തതിന് ശേഷം സബോള നല്ലോണം മൂക്കണം. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. കൂടെ തന്നെ 3/4 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിൽ 1 ടീസ്പൂൺ എരിവുള്ളതും ബാക്കി കാശ്മീരി ചില്ലിയാണ്. ഇതെല്ലാം കൂടെ നല്ലോണം ഇളക്കിയതിന് ശേഷം ശരിക്കും മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളിയാണ് നൈസായിട്ട് എരിഞ്ഞ് ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടെ, ചിക്കനിലേക്കുള്ള ഉപ്പാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം സോഫ്റ്റായി കഴിയുമ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി അടച്ച് വെച്ച് 5 മിനിറ്റോളം വെള്ളം ഒഴിക്കാതെ നമുക്ക് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും നമുക്കൊരു 5-6 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിലേക്കുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 10-12 മിനിറ്റോളം നമ്മളിത് ഇതേപോലെ റെഡിയാക്കിയതിന് ശേഷം ഒരു 3/4 കപ്പ് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ട് ആണ് നമ്മൾ ഈ ചിക്കൻ കറി റെഡിയാക്കുന്നത്, അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു 1/4 കപ്പ് വെള്ളമൊക്കെ യൂസ് ചെയ്താൽ മതി. അങ്ങനെ 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം അടച്ച് വെച്ച് നല്ലോണം തിളച്ച് കുറുകി പാകത്തിന് ചാറായി കഴിയുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ സ്പ്രെഡ് ചെയ്ത് 1 സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ച് അതിൻ്റെ സ്മെല്ലൊക്കെ പോകാതെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.